പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ നിങ്ങളുമായി ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയാവുന്നു. നിങ്ങളുടെ നാളെ 2025 ഏപ്രിൽ മാസം 6-ാം തീയതി, അതായത് 1200 മീനമാസം 23-ാം തീയതി രവിവാരം ഞായറാഴ്ച. നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:23 അസ്തമയം വൈകിട്ട് 6:26 നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയം. നാളത്തെ നക്ഷത്രം പൂയം നക്ഷത്രമാണ്. നാളത്തെ ദിനത്തിനൊരു പ്രത്യേകതയുണ്ട്. നാളെ വെളുത്തപക്ഷത്തിലെ നവമി തിഥിയാകുന്നു, 9-ാം തിഥിയാകുന്നു. ഈ തിഥിയുടെ പ്രത്യേകത എന്താണ്? ഇതാകുന്നു ശ്രീരാമ നവമി, ശ്രീരാമ ജയന്തി. ലോകമെങ്ങും ആരാധിക്കപ്പെടുന്നു ശ്രീരാമൻ. വിഷ്ണു സഹസ്രനാമത്തിൽ പോലും ഭീഷ്മൻ ഉപദേശിക്കുകയാണ് യുധിഷ്ഠിരനെ. ഫലശ്രുതിയിൽ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ശ്രീരാമനാമ വരാനന ഓം നമൈതി. ഈ മന്ത്രം 3 തവണ ചൊല്ലണം. ശ്രീരാമൻ്റെ പേര്, ശ്രേഷ്ഠമായ പേര് ഉച്ചരിച്ചാൽ തന്നെ, ഈ ശ്ലോകം ചൊല്ലിയാൽ തന്നെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിന് തുല്യമാണ് എന്നാണ് ഭീഷ്മർ ഉപദേശിച്ചിരിക്കുന്നത്. ആരെ? യുധിഷ്ഠിരന്. വ്യാസമഹാഭാരതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഭാഗമാകുന്നു അനുശാസന പർവ്വതത്തിലെ വിഷ്ണു സഹസ്രനാമം എന്ന 1000 വിഷ്ണുവിൻ്റെ നാമങ്ങൾ. അതിൽ പോലും ഫലശ്രുതിയിൽ സ്പർശിച്ചത് ശ്രീരാമൻ്റെ പേരുച്ചരിച്ചാൽ വിഷ്ണു സഹസ്രനാമം ജപിച്ചതിന് തുല്യമാകുമെന്നാണ്. ആ വാൽമീകിയുടെ ശ്ലോകത്തിൽ തന്നെ വാൽമീകി മഹർഷി നാരദനോട് ചോദിക്കുകയാണ്. രാമായണം എഴുതിയത് വാൽമീകിയാണ്, പക്ഷെ തുടക്കത്തിൽ അദ്ദേഹം വാൽമീകി നാരദനോട് ചോദിക്കുകയാണ്, കോനസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ പശ്ചക് വീര്യവാൻ. ഈ ലോകത്തിൽ ഗുണവാനും വീര്യവാനുമായിട്ടുള്ള പുരുഷൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരമായിരുന്നു നാരദൻ കൊടുക്കുന്നത്. ഇക്ഷ്വാകു വംശപ്രഭവോ രാമോ നാമ ജനേശ്രുത. ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച രാമൻ എന്നു പേരുള്ള ജനങ്ങളാൽ കീർത്തിക്കപ്പെട്ട ആളാകുന്നു ശ്രീരാമൻ. അതിനാൽ വളരെ പ്രാധാന്യമുള്ള ദിനമാണ് നാളെ ശ്രീരാമനവമി. ശ്രീരാമക്ഷേത്രത്തിൽ പോവുക. ഹനുമാൻ സ്വാമി അവിടെ ഉണ്ടാകും, അദ്ദേഹത്തിൻ്റെ സഹായിയായി. എല്ലാ ഹനുമാൻ ക്ഷേത്രം പ്രധാനമാണെങ്കിലും പ്രധാന പ്രതിഷ്ഠ ശ്രീരാമനും അല്ലെങ്കിൽ വിഷ്ണുവുമായിരിക്കും. അവിടെ ഉപദേവനാണ് ഹനുമാൻ. അത് മനസ്സിലാക്കണം നിങ്ങൾ. ഹനുമാൻ അമ്പലം എന്നൊക്കെ പറഞ്ഞാലും വടക്കൻ മലബാറിൽ കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും അധികം ഹനുമാൻ ക്ഷേത്രങ്ങളുള്ളത്. കേരളത്തിൽ തന്നെ എന്ന് പറയാം. പഴയങ്ങാടിയിലെ ഹനുമാരമ്പലം, ഏഴുമലയിൽ ഒരു വലിയ ഹനുമാരമ്പലം ദുബായിലുള്ള കുട്ടിക്കൃഷ്ണസ്വാമിയും സംഘവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതധികം പഴക്കമായിട്ടില്ല. പിന്നീട് തലശ്ശേരിയിലുള്ള തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം ഹനുമാന് പ്രധാന പ്രാധാന്യമുണ്ട്. അപ്രകാരം പ്രാധാന്യമുള്ള മറ്റൊരു വലിയ ക്ഷേത്രമാണ് മക്രേരി ഹനുമാരമ്പലം. അവിടെ വിഷ്ണുവാണ്. ഹനുമാൻ്റെ ശക്തി സഹിക്കാൻ പറ്റാതെ വിഷ്ണുവിനെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് തന്ത്രി. നാളെ ശ്രീരാമസ്വാമിക്ക് പ്രിയപ്പെട്ട സഹസ്രനാമ അർച്ചന ചെയ്യാം നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ. പുഷ്പാഞ്ജലി, തുളസിമാല, പാൽപ്പായസം ഒക്കെ വഴിപാടായി സമർപ്പിക്കാം. രാമായണ യുദ്ധം കഴിഞ്ഞ സമയത്ത് എല്ലാവർക്കും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ മുഴുവൻ കൊടുത്ത് ശ്രീരാമൻ യാത്രയാക്കി എല്ലാവരെയും, എല്ലാ വാനരന്മാരെയും വാനരശ്രേഷ്ഠന്മാരെയും യുദ്ധത്തിൽ പങ്കെടുത്തവരെ മുഴുവനും. അവസാനം ശ്രീരാമൻ്റെ ആജ്ഞയ്ക്ക് വേണ്ടി എന്തടുത്തത് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി സാഗൂതം കാതോർത്തിരുന്ന ഹനുമാരോട് ശ്രീരാമൻ ചൊല്ലുന്നൊരു മഹത്തായ ശ്ലോകമുണ്ട്. മയ്യേവ ജീർണതാം യാതു യത്വയോപകൃതം ഹരേ നരപ്രത്യുപകാരാർത്ഥി വിപത്തിരഭികാം ക്ഷതി. അല്ലയോ പ്രിയപ്പെട്ട വാനരശ്രേഷ്ഠ, നീ ചെയ്ത ഓരോ ഗുണങ്ങളും സഹായങ്ങളും അതെന്നിൽ ജീർണമായിരിക്കട്ടെ. എന്താണ് കാരണം? നരപ്രത്യുപകാരാർത്ഥി, മനുഷ്യൻ പ്രത്യുപകാരം ആഗ്രഹിക്കും. ഞാനൊരു പ്രയാസത്തിൽപ്പെട്ടു, എന്നെ ഒരു സുഹൃത്ത് സഹായിക്കുകയാണ്. എൻ്റെ ചിന്ത മുഴുവനും എങ്ങനെ അയാളെ സഹായിക്കണമെന്നാണ്. അയാളെ എനിക്ക് സഹായിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? അയാൾ ബുദ്ധിമുട്ടിലാവണം, അയാൾ വല്ല അപകടത്തിൽപ്പെടണം,
അയാൾ സാമ്പത്തികമായി പ്രതിസന്ധിയിൽപ്പെടണം, അല്ലെങ്കിൽ അയാൾ വലിയ ചില ബുദ്ധിമുട്ടുകളിൽ പെട്ടാൽ മാത്രമേ എനിക്ക് ഓടിച്ചെന്ന് സഹായിക്കുവാൻ പാടുള്ളൂ. എൻ്റെ മനസ്സിൽ അയാളെ സഹായിക്കണമെന്ന ചിന്തയാണ്. ആ സഹായം ഞാൻ ചെയ്യണമെങ്കിൽ അദ്ദേഹം ബുദ്ധിമുട്ടിൽപ്പെടണം. അതുകൊണ്ട് ഹനുമാരെ, നിങ്ങൾ ബുദ്ധിമുട്ടിൽപ്പെടാൻ പാടില്ല. നരപ്രത്യുപകാരാർത്ഥി വിപത്തിരഭികാംക്ഷതി. മനുഷ്യൻ പ്രത്യുപകാരം ആഗ്രഹിക്കുമ്പോൾ തനിക്ക് ആരാണോ ഉപകാരം ചെയ്തത് ആ വ്യക്തിക്ക് അപകടമുണ്ടാകണം. അതുകൊണ്ട് ഹനുമാരെ, നിങ്ങൾ സേഫായിരിക്കണം. നിങ്ങൾക്ക് അപകടമുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത എല്ലാ ഉപകാരവും എന്നിൽ ജീർണമായിരിക്കട്ടെ എന്ന് പറഞ്ഞു ശ്രീരാമസ്വാമി. അത്രയും മഹത്തായ സന്ദേശം നൽകിയ ഒരു വ്യക്തിയാണ് ശ്രീരാമൻ. അതിനാൽ നാളെ ശ്രീരാമ നവമിയാണ്. ശ്രീരാമക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന് പ്രിയപ്പെട്ട വഴിപാടുകൾ ചെയ്യുക. നാളത്തെ ദിനം ഞാൻ സൂചിപ്പിച്ചു, ഞായറാഴ്ചയാണ്. നാളത്തെ നക്ഷത്രവും വെളുത്തപക്ഷത്തിലെ പൂയം നക്ഷത്രമാണ്. ശ്രീരാമൻ്റെ ജനനവും വളരെ മനോഹരമായി ആധ്യാത്മിക രാമായണത്തിൽ സ്പർശിച്ചതിനേക്കാളും ഒരു ശ്ലോകത്തിൽ നന്നായി സ്പർശിച്ചു ചമ്പു രാമായണത്തിൽ. ഉച്ചസ്ഥേ ഗ്രഹപഞ്ചകെ സുരഗുരോ സേന്തോ നവമിയാം തിഥൗ ലഗ്നേ കർക്കിടകെ പുനർവസുയുതേ മേഷം ഗതേ ഭൂഷണി. ഉച്ചസ്ഥേ ഗ്രഹപഞ്ചകെ 5 ഗ്രഹങ്ങൾ ഉച്ചസ്ഥരായി നിൽക്കുമ്പോഴാണ് ശ്രീരാമസ്വാമി ജനിച്ചിരിക്കുന്നത്. നവമ്യാം തിഥൗ 9ാം തിഥിയിൽ, ലഗ്നേ കർക്കിടകെ കർക്കിടക ലഗ്നത്തിൽ വ്യാഴത്തോടുകൂടി, ഉച്ചസ്ഥനായ വ്യാഴത്തോടുകൂടി ചന്ദ്രൻ നിൽക്കുമ്പോഴാണ്. വെളുത്ത പക്ഷത്തിലുള്ള നവമി തിഥിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. നാളത്തെ തിഥി നവമിയാണ്. നാം ചിന്തിക്കുക, നവമി രിക്താതിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. നവമി, ചതുർത്ഥി, ചതുർദശി, 9, 4, 14 തിഥികൾ രിക്താതിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. സാമ്പത്തികമായ ഗുണത്തിനൊന്നും നാളത്തെ ഞായറാഴ്ചത്തെ ദിനം പാടില്ല. പക്ഷെ മറ്റ് യാത്രകളും മറ്റെല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പൂയം നക്ഷത്രം, വെളുത്ത പക്ഷത്തിലെ പൂയം നക്ഷത്രം ഉപയോഗിക്കാം. നാളത്തെ ശുഭമുഹൂർത്തങ്ങളും നിങ്ങൾക്ക് കാലത്ത് വേണമെങ്കിൽ 9 കാലം മുതൽ 12 മണി വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും വിനിയോഗിക്കാവുന്നതാണ്. ശ്രീരാമ നവമിയാണ്, പൂയം നക്ഷത്രമാണ്. പൂയം ശനീശ്വരൻ്റെ നക്ഷത്രമാണ്. പൂയം അനിഴം ഉത്രട്ടാതി. ശനീശ്വരനാകുന്നു ഹനുമാൻ. അതിനാൽ ഹനുമാൻ ക്ഷേത്ര ദർശനം നാളെ വളരെ ഗുണകരമാണ്. എവിടെയുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് വഴിപാടായി അവൽ നിവേദ്യം, പ്രിയപ്പെട്ടത് വടമാല സമർപ്പിക്കാം. ഗത ഒപ്പിക്കൽ എന്ന മഹത്തായ കർമ്മം നിങ്ങൾക്ക് ചെയ്യാം. ഇപ്രകാരം നാളത്തെ ദിനത്തെ നിങ്ങൾക്ക് ധന്യമാക്കാം. ഓം ഹം ഹനുമതേ നമഃ എന്ന പ്രാർത്ഥന, ശ്രീരാമ സഹസ്രനാമം, ആദിത്യഹൃദയ മന്ത്രം, തതോ യുദ്ധപരിശ്രാന്തം സമരേ ചിന്തയാ സ്ഥിതം രാവണം ജാഗ്രതോ ദൃഷ്ട്വാ യുദ്ധായ സമുപസ്ഥിതം ദൈവതശ്ച സമാഗമ്യ ദ്രഷ്ടും അഭ്യാഗതോ രണം ഉപഗമ്യ ബ്രവിദ്രാമം അഗസ്ത്യോ ഭഗവാൻ സ്ഥതാ രാമ രാമ മഹാബാഹോ ശൃണുഗുഹ്യം സനാതനം യേന സർവാൻ അരീൻ വത്സ സമരേ വിജയിഷ്യതി. അത്ര അതിമനോഹരമായ അർത്ഥ ഗാംഭീര്യമുള്ള പ്രൗഢമാർന്ന ആ ശ്ലോകം നിങ്ങൾ പഠിക്കണം. നാളെ മുതൽ നിങ്ങൾ ആരംഭിക്കും. 32 ശ്ലോകം മാത്രമാണ്. ഞാനും ദിവസവും 3 തവണ ചെല്ലും ഈ ശ്ലോകം. ഒരു എനർജി നമുക്ക് കൈവരുന്ന ഒരു ശ്ലോകമാണിത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ ശ്രീരാമ ജയന്തി ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.